ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ സുഭാഷ് പെണ്ണ് കാണാൻ പോകുന്നുണ്ട്. സുഭാഷ് പെണ്ണ് കാണാൻ പോകുമ്പോൾ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിക്കുമ്പോൾ വട കൊടുക്കുന്നുണ്ട്. അപ്പോൾ വട കൊടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഇങ്ങനെയല്ല വട ചൂടുക, ഞാൻ എങ്ങനെ വട ഉണ്ടാക്കുക എന്നൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പോയിട്ട് അടുക്കളയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഗ്യാസ് സിമ്മിൽ വെച്ചിട്ട് വേണം വട ചൂടുക, അപ്പോഴേ വടയ്ക്ക് യഥാർത്ഥ സ്വാദ് കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ സിമ്മിൽ വെച്ചിട്ട് വേണം ഉണ്ടാക്കുക, അപ്പോഴേ 4 പുറം വേവുള്ളൂ എന്നൊക്കെ പെണ്ണിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്ക് വല്ലാത്ത സുഭാഷിനെ ഇഷ്ടമുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ പെണ്ണ് കാണാൻ വരുന്ന ചെക്കൻ പറയുന്നുണ്ട്, നിധിയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിധിക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ അവനെക്കുറിച്ച് വല്ലാതെ പുകഴ്ത്തി പറയുന്നുണ്ട്. നിധിയെക്കുറിച്ചിട്ടാണെങ്കിൽ വല്ലാതെ തരം താഴ്ത്തി പറയുന്നുണ്ട്. നീ ഇങ്ങനെ മേക്കപ്പ് ചെയ്തത് പോരാ, നിനക്ക് കുറച്ചും കൂടി മോഡേൺ ആവണം, നിൻ്റെ റാങ്ക് ഹോൾഡർ ഇവിടെ ഇന്ത്യയിലല്ലേ, ഓസ്ട്രേലിയയിൽ ഈ റാങ്ക് ഹോൾഡറൊന്നും ഒരു വിലയില്ല, അവിടെയൊക്കെ നന്നായി പഠിച്ചാൽ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവളെ വല്ലാതെ തരം താഴ്ത്തി പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ അവൻ്റെ ജാട കാണുമ്പോൾ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂട് വീട്ടിൽ സുഭാഷും സുധീഷും ഒക്കെ ഇറങ്ങണം. സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ ഞാൻ പണിക്ക് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് സുഭാഷിനാണെങ്കിൽ വല്ലാത്ത വിഷമം. അപ്പോൾ സുഭാഷിനോട് വന്ന് സുധീഷ് പറയുന്നുണ്ട്, ഏട്ടൻ വിഷമിക്കേണ്ട, ഏട്ടന് കിട്ടേണ്ടതാണെങ്കിൽ ഏട്ടന് തന്നെ കിട്ടിയിരിക്കും, ഏട്ടന് കിട്ടാത്ത പെണ്ണാണെങ്കിൽ അത് പിന്നെ ഏട്ടന് കിട്ടില്ല, അങ്ങനെ വിചാരിച്ചിട്ട് സമാധാനിക്കുമെന്ന് പറയുമ്പോൾ സുഭാഷ് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സുഭാഷ് പതിവ് പോലെ രാവിലെ എണ്ണീറ്റ് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ജോലിയൊക്കെ ചെയ്യണ സമയത്ത് അവൻ്റെ മുറപ്പെണ്ണ് അടുത്ത് വന്ന് ഇരുന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മൾ തമ്മിൽ കുടുംബ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് പെണ്ണ് അന്വേഷിച്ച് പോവുക വേണ്ട, നമ്മൾ രണ്ടാളും ഒന്നിക്കായിരുന്നില്ലേ, നമുക്ക് രണ്ടാൾക്ക് കല്യാണം കഴിക്കായിരുന്നില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സുഭാഷ് ചിരിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ആ മുറപ്പണിൻ്റെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, എടാ നിനക്ക് നാട്ടിലെവിടെയും പെണ്ണ് കിട്ടാത്ത സമയത്ത് എൻ്റെ പെണ്ണിനെ ഉള്ളൂ കിട്ടണില്ല വിചാരിച്ചിട്ടാണ് നീ അവളോട് സംസാരിക്കണില്ല, അവളെ വല വീശി പിടിക്കാൻ നോക്കുകയല്ല, എന്നെ ഞാൻ കാണിച്ചു തരാം, എൻ്റെ കുടുംബത്തിനെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ നല്ല ചീത്ത പറഞ്ഞിട്ട് അവരുടെ മകളെയും വിളിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ രാജീവിനോട് നിധിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി, അവർ എന്തെങ്കിലും വിവരം പറഞ്ഞോ, എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രാജീവ് നിധിയോട് പറയണ്ട, അവർക്ക് സമ്മതമാണ് കുട്ടിയെ, നിന്നെ കല്യാണം കഴിക്കാൻ അവർക്ക് പൂർണ്ണ സമ്മതമാണ് അത്ര, ഇനി നമുക്ക് കല്യാണത്തിന് ഒരുങ്ങേ വേണ്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.